നമുക്കതൊരു ആനിവേഴ്സറി കേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ഫ്ലേവർ വരുന്ന വൈറ്റ് ഫോറസ്റ്റ് ആണ്. ടോട്ടൽ വെയിറ്റ് വരുന്ന 1/2 kg. രഞ്ജിതയായിരുന്നു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആളുടെ ബ്രദറിൻ്റെ വൈഫിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഡിസൈൻസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരു സിമ്പിളായിട്ടുള്ള ആനിവേഴ്സറി തീമിലാണ് കേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. കേക്കിന് ചുറ്റും നമ്മളൊരു സ്പാച്ചുല ഡിസൈനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അത്രയും ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ല. എങ്കിലും ഞാൻ മാക്സിമം കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കേക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നവരാണെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കണേ. കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമ്മളിതുപോലൊരു സിമ്പിളായിട്ടുള്ള സ്പാച്ചുല ഡിസൈൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കേക്ക് ബോർഡൊക്കെ നന്നായിട്ടൊന്ന് നീറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫിനിഷിംഗ് വർക്ക് ചെയ്യാൻ പോവുകയാണ്. കേക്കിന് ചുറ്റും നമ്മളൊരു ചെറിയ സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഡിസൈൻ ചെയ്യാനുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ നേരത്തെ കേക്കിന് അത്രയും ഫിനിഷിങ് വേണ്ടാന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് പ്രിൻറ്റുകളൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. ആനിവേഴ്സറി തീം ആയതുകൊണ്ട് നമ്മൾ കുറച്ചിങ്ങനെ ഹാർട്സ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ടോപ്പിലും ഫ്രണ്ട് പോർഷനിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ റൈറ്റിങ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നോർമലി എപ്പോഴും ഫോണ്ടൻ ഷീറ്റിലാണ് എഴുതി കൊടുക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഗനാഷ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ കരുതി ഗനാഷ് വെച്ചിട്ട് എഴുതി കൊടുക്കാമെന്ന്. എഴുതി കഴിഞ്ഞപ്പോൾ വിചാരിച്ചു അവിടെ ഫോണ്ടനിൽ എഴുതിയാൽ മതിയായിരുന്നു എന്ന്. കുറച്ച് പാടായിരുന്നു എഴുതാനായിട്ട്. പിന്നെ ഒരു ആനിവേഴ്സറി ടോപ്പറൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഡിസൈൻ ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക. ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്